പാലക്കാട് DCC പ്രസിഡന്റ് തങ്കപ്പൻ കൂടി നമ്മളോട് ഒപ്പം ചേരുന്നു. നിഖിൽ പ്രമേശ് അദ്ദേഹത്തിനൊപ്പം ഉണ്ട്. നിഖിൽ, ഗുഡ് മോർണിംഗ് എഗെയിൻ. അദ്ദേഹം എന്താണ് ഈ രാഹുൽ വിഷയത്തെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇരയാക്കപ്പെട്ടിട്ടുള്ള പെൺകുട്ടി മൊഴി നൽകിയതിനു ശേഷം ഇതാദ്യമായി DCC പ്രസിഡന്റ് സംസാരിക്കുകയാണ്. അങ്ങ് തുടക്കം മുതൽ രാഹുലിന്റെ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. അതായത് അദ്ദേഹത്തിനെതിരെ ഈ ആരോപണം ഉയർന്നതിന് പിന്നാലെ അദ്ദേഹം ഒത്തുവേദികൾ പങ്കിടേണ്ടതില്ല എന്നുള്ള ശക്തമായിട്ടുള്ള നിലപാട് താങ്കൾ എടുത്തിരുന്നു. പല നേതാക്കളും അതിൽ വെള്ളം ചേർത്തപ്പോൾ ഇപ്പോൾ താങ്കൾക്ക് എന്ത് തോന്നുന്നു? 100% ഇപ്പോഴും നിലപാട് ഒരു മാറ്റമില്ല. കാരണം എന്നാണ് അയാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചത്, പാർട്ടി ഒരു നടപടി സ്വീകരിച്ചു. അതിനുശേഷം ഒരു ഔദ്യോഗിക പരിപാടിയിലും അദ്ദേഹം പങ്കെടുത്തിട്ടുമില്ല. പിന്നെ എവിടെയും വെച്ച് കണ്ടുമുട്ടുന്നത് സ്വാഭാവികമാണ്. എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ അവിടെ കയറി വരുന്നു, വലിയ ജനങ്ങൾ കാണുമ്പോൾ അദ്ദേഹം ഓടി വരുന്നു. അതൊന്നും ഇതുമായിട്ട് ഒരു ബന്ധമില്ല. ഇപ്പോൾ ചില പ്രചരണങ്ങളിലൊക്കെ രാഹുൽ മുന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും താങ്കളടക്കമുള്ള ആളുകൾ അതിനൊപ്പം നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണെന്നുള്ള കാര്യമില്ല. ഞങ്ങളാരും ഔദ്യോഗികമായിട്ടുള്ള ഒരു ഭാരവാഹികൾ അതിന് മുന്നിലുണ്ടാവില്ല, ഇന്നുവരെ ഉണ്ടായിട്ടുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ 100% പാർട്ടി അത് പരിശോധിക്കുകയും ചെയ്യും. പക്ഷെ അങ്ങനെ ഒരു സംഭവമില്ല. ഈ സ്ഥാനാർത്ഥികൾ പോകുമ്പോൾ സ്വാഭാവികമായി കൂട്ടത്തിലൂടെ ഒരാളായിട്ട് ഇദ്ദേഹം പോകണമെന്ന് പറഞ്ഞാൽ നമുക്ക് തടക്കാൻ കഴിയില്ല. നമ്മൾ ഒരു സ്ഥാനാർത്ഥി പ്രചരണത്തിൻ്റെ ഇടയിൽ ആർക്കും പോകാമല്ലോ, നിങ്ങൾക്കും പോവാം, ആർക്കും പോവാം. അതിലൊന്ന് ആയിട്ട് കണക്കാക്കാറുണ്ട്. ഒരു നേതാവായിട്ട് അദ്ദേഹം പോയിട്ടൊന്നുമില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കടമ വെച്ചാൽ വോട്ട് അദ്ദേഹത്തിനോട് സഹായിച്ചവരെ ഞാൻ സഹായിക്കുന്നു പറയുമ്പോൾ തള്ളി മാറ്റാനും ആർക്കും കഴിയില്ല. പിന്നെ ആരുടെയും ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ആരുടെയും കിട്ടണ്ടേ. അതുപോലെ ആരോ സഹായിക്കാൻ വന്നു പറഞ്ഞല്ലാതെ ഔദ്യോഗികമായിട്ട് ആരും ക്ഷണിച്ചിട്ടില്ല, ഔദ്യോഗിക പരിപാടി പങ്കെടുത്തിട്ടില്ല, ഇന്നുവരെ പങ്കെടുപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇന്നലെ പുറത്തു വന്ന ശബ്ദ സന്ദേശങ്ങളൊക്കെ താങ്കൾ കേട്ടിരുന്നു. ഒരു പിതാവ് എന്നുള്ള നിലയ്ക്ക് കൂടി അത് കേൾക്കുമ്പോൾ നമുക്കത് എന്താ പറയുക, ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ. 100% അത് ശരിയുണ്ടെങ്കിൽ അത് അന്വേഷിച്ചോട്ടെ. ഗവൺമെൻറ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അന്വേഷിച്ചോട്ടെ. നിയമത്തിന് വഴിക്ക് പോയിക്കോട്ടെ. അത് എനിക്കും രാഹുലിനും പ്രത്യേക നിയമമൊന്നുമില്ല. അത് അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ. അത് അങ്ങനെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അന്വേഷിച്ചു, ഗവൺമെൻറ്റാണ് അന്വേഷിക്കുന്നത്, ഉണ്ടെങ്കിൽ ശിക്ഷിച്ചോട്ടെ. ആരും തടസ്സമില്ല അതിനകത്ത്. ഇപ്പോൾ ആണെങ്കിൽ പോലും VK ശ്രീകണ്ഠൻ MP സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം പോലും പൂർണ്ണമായി രാഹുലിനെ തള്ളുന്നില്ല. എന്താണ് നിങ്ങൾ കോൺഗ്രസ് നേതാക്കൾക്ക് ഇത്ര ഇക്കാര്യത്തിൽ ഒരു വിമുഖത? രാഹുലിനെ തള്ളാൻ എന്തെങ്കിലും ആശങ്കയുണ്ടോ നേതൃത്വത്തിന്? തള്ളലുമില്ല, കൊള്ളലുമില്ല. ആരാ ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കും സ്വാഭാവികമായിട്ട് ഉണ്ടെങ്കിൽ. പക്ഷേ ഞാൻ ഇപ്പോഴും സംശയിക്കുന്നത്, മാസങ്ങളായിട്ടും ഈ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഒരു പരാതിയായിട്ട് വരുന്നത്. എന്നാൽ ഇതിന് മുമ്പ് എത്രയോ മാസങ്ങളുണ്ടായിരുന്നില്ലേ? ഇത് ഇന്ന് സംഭവിച്ചിരുന്നല്ലോ. എന്തുകൊണ്ടാണ് അപ്പോൾ വന്നില്ല? അവിടെയാണ് എനിക്ക് സംശയമുള്ളത്, വേറെ ഒന്നുമില്ല. ഇത് അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ട്, പാർട്ടി മാറ്റി നിർത്തിയിട്ടുണ്ട്, 100% ശരി. ഞങ്ങളാരും പങ്കെടുപ്പിച്ചിട്ടില്ല. നിങ്ങളെല്ലാവരും പങ്കെടുത്തു പറയുന്നത് അദ്ദേഹം വന്ന ഓരോ പൊതുയോഗത്തിലോ അല്ലെങ്കിൽ വേറെ എവിടെയും ജനങ്ങൾ മീറ്റിംഗ് പിരിഞ്ഞു പോയിട്ട് ആ പ്രവർത്തകരെ കാണുമ്പോൾ കൈ കൊടുത്തതാണ് മീറ്റിംഗായി കണക്കാക്കുന്നത്. ഒരിക്കലും ഒരു ഔദ്യോഗിക മീറ്റിംഗ് പങ്കെടുത്തിട്ടില്ല. അദ്ദേഹം സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ പങ്കെടുത്തിട്ടില്ല. ഈ പറഞ്ഞ ഏത് ചാനലും ഒരു സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ പങ്കെടുത്ത് ഞാനാണല്ലോ ചെയർമാൻ. ഒരു കാരണവശാലും ഈ കോർ കമ്മിറ്റിയിലോ അതിൽ പങ്കെടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇത് വന്നു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ ചെയ്യുന്നതൊക്കെ 4-5 മാസങ്ങൾക്ക് മുമ്പേ ചെയ്യാമായിരുന്നല്ലോ. ഉണ്ടെങ്കിൽ ഈ പോലീസ് പ്രത്യേകമായിട്ട് കേരള ഗവൺമെൻറ് അന്വേഷണ സമിതി ഒരു കമ്മിറ്റി ഇത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ട് മൊഴി കൊടുത്തില്ല ഇത്ര കാലം വരെ? അവിടേക്കാണ് സംശയമുള്ളൂ, വേറെ ഒരു സംശയമില്ല. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കണം, നിയമത്തിന് വഴി പോയിക്കോട്ടെ. രാഹുല് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തിന് 3 നമ്പറുകൾ സ്വിച്ച് ഓഫ് ആണ്. അദ്ദേഹം എവിടെ ഉണ്ടെന്ന് അറിയില്ല. അദ്ദേഹം സ്വാഭാവികമായിട്ട് വേണ്ടത് ഈ അന്വേഷണവുമായിട്ട് സഹകരിക്കുകയല്ലേ? എന്താണ് DCC പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അങ്ങയുടെ നില? 100% അദ്ദേഹം സഹകരിക്കുന്നതന്നെയാണ് എൻ്റെ വിശ്വാസം. തർക്കമൊന്നുമില്ല. ആൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആൾ ഇവിടെ ഞാനൊരു കാര്യം തരട്ടെ, ഇത് അദ്ദേഹം ഇവിടെ തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാം പബ്ലിക്കായി നടക്കണ്ടല്ലോ. നിങ്ങൾക്ക് അദ്ദേഹത്തിന് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തെ കാണാൻ കിട്ടിയിട്ടില്ല. ഇന്നലെ ഇന്നലെ വരെ ഇല്ലാത്തത് ഇന്നലെ ഒരു തോന്നുന്നത് ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആ സംഭവം ആവണമെന്ന് പറ്റേ. പക്ഷെ അതൊരു കാര്യമുണ്ട്, ഗവൺമെന്റ് ഭാഗത്തുനിന്ന് നിയമത്തിന്റെ വഴി പോവുക. അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 100% അദ്ദേഹം കിട്ടുമോ, സഹകരിക്കുകയും ചെയ്യും. തർക്കമൊന്നും വേണ്ട. അദ്ദേഹത്തിന് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നടക്കം ലഭിക്കുന്ന ഒരു വിവരം, അദ്ദേഹത്തിന് ചില കോൺഗ്രസ് പ്രവർത്തകരുടെ പിന്തുണ കിട്ടുന്നുണ്ട് ഒളിവിൽ കഴിയുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ആരെങ്കിലും സഹായിച്ചു എന്നറിഞ്ഞാൽ DCC നടപടിയെടുക്കും. ഞാൻ ചോദിച്ചത്, കോൺഗ്രസ് അനുഭാവികളെ നമുക്ക് നടപടിയെടുക്കാൻ പറ്റും. കോൺഗ്രസിന് ഔദ്യോഗികമായ സ്ഥാനം ഉണ്ടെങ്കിൽ 100% കോൺഗ്രസിൻ്റെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്, ഔദ്യോഗികമായിട്ട് ഒരു പരിപാടിയോ ആരും പങ്കെടുക്കരുത്. 100% പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പാലിക്കും. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ എന്നുള്ളത് അങ്ങേക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. അല്ല, അദ്ദേഹം ഇപ്പോൾ സത്യത്തിൽ ഒരു സസ്പെൻഡിലായിരിക്കുന്ന ഒരു MLA ആണ്. അപ്പോൾ നമ്മൾക്ക് അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ ചെയ്യേണ്ട ബാധ്യത നമുക്കില്ല, സ്വാഭാവികമായിട്ടില്ല. പക്ഷെ അതുകൊണ്ട് നമ്മൾ മുഴുവൻ തള്ളി അല്ലെങ്കിൽ ഒരു ഡിസ്മിസ് ചെയ്യാത്തിടത്തോളം കാലം കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ തന്നെ ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല.
എന്തായാലും അപ്പോൾ ഈ പാലക്കാട് സംഭവത്തിന് DC പ്രസിഡന്റ് എ തങ്കപ്പൻ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, രാഹുലിനെ തള്ളത്തുമില്ല കൊള്ളത്തുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും മാത്രമല്ല ഔദ്യോഗിക പരിപാടികളിൽ ഒന്നും രാഹുൽ മാങ്കൂട്ടത്തിലെ കൂട്ടിയിട്ടില്ല, കൂട്ടത്തുമില്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പറയുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.